കാക്ക കണ്ടറിയും, കൊക്ക് കൊണ്ടറിയും. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാത്രം കണ്ടാലും കൊണ്ടാലും അറിയില്ലാതെ. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടുകളാണ്. പക്ഷേ ഈ വെളിച്ചപ്പാടുകളുടെ വെളിപാടുകൾ തമ്മിൽ പൊരുത്തമില്ലാതായി എന്ന് മാത്രമല്ല, ഈ വെളിപാടുകൾ കേൾക്കാൻ പണ്ടത്തെ പോലെ ഭക്തജനങ്ങളും ഇല്ലാതായി. എന്നിരുന്നാലും വെളിച്ചപ്പാടുകളുടെ വിചാരം അവരിപ്പോഴും ദേവലോകത്ത് തന്നെയാണ് എന്നാണ്. കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ഗുണവുമില്ലാത്ത നേതാക്കളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു എന്നല്ലാതെ പ്രവർത്തകരുടെ ഇടയിൽ അവർ കയ്യിലേന്തിയ മൂവർണ്ണക്കൊടിയുടെ നിറം മങ്ങി പ്രതീക്ഷയേറ്റു തുടങ്ങിയത് തിരിച്ചറിയാൻ പല നേതാക്കൾക്കും കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്ചര്യം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ജനദ്രോഹപരമായ പല തീരുമാനങ്ങളും പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് പോലും ഈ സർക്കാരിനെതിരെ കേരളത്തെ ചൂടുപിടിപ്പിക്കാൻ പോരുന്ന ഒരു സമരം നയിക്കാൻ, ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല. പ്രതിഷേധം എങ്ങനെ സംഘടിപ്പിക്കണം എന്നതിൽ പോലും ഒരു സമവായത്തിലെത്താൻ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കാകുന്നില്ല എന്നതിൽ UDF-ലെ പോലും ഘടകകക്ഷികൾ പ്രതിഷേധം പരസ്യമാക്കി രംഗത്ത് വന്നു തുടങ്ങി. എത്രയൊക്കെ തമ്മിൽ പോരടിച്ചാലും കേരളത്തെ നെഞ്ചോട് ചേർത്ത ചില കോൺഗ്രസ് നേതാക്കൾ ഈ പാർട്ടിക്കുണ്ടായിരുന്നു. അവർ പൂർത്തിയാക്കിയതോ തുടങ്ങിവെച്ചതോ ആയ വികസന പാതയിലൂടെയാണ് കേരളം ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലീഡർ കെ കരുണാകരൻ്റെയോ AK ആൻ്റണിയുടെയോ ഉമ്മൻചാണ്ടിയുടെയോ ഒക്കെ പേരുകൾ കേൾക്കുമ്പോൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെയും സിരകളിൽ ഇന്നും ചൂടുപിടിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാവില്ലാതിരുന്ന, നാഥനില്ല കളരിയായി മാറിയ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നാഥനാകാനായിട്ടാണ് ബിശ്വഭൂരൻ രംഗപ്രവേശം ചെയ്യുന്നത്. അതോടെ കേരളത്തിലെ കോൺഗ്രസിലെ തമ്മിലടി അവസാനിച്ചു. ഗ്രൂപ്പ് പോര് ഇല്ലാതായി. എല്ലാവരും ഒറ്റക്കെട്ടായി ശശി തരൂരിനെതിരെ പടയൊരുക്കം ആരംഭിച്ചു. നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയണം. പ്രതിപക്ഷമാണെന്ന് കരുതി എല്ലാറ്റിനെയും കയറി വിമർശിക്കാൻ നിന്നാൽ ജനം എതിരാകും. വർഷങ്ങളായിട്ടുള്ള തൻ്റെ നിലപാട് ശശി തരൂർ ഇവിടെയും ആവർത്തിച്ചു. അതാണ് തരൂർ ചെയ്ത മാരകമായ പാപം. സ്വാഭാവികമായും തരൂരിൻ്റെ വാക്കുകൾ ഭരണപക്ഷത്തുള്ളവർ ആഘോഷമാക്കി. തരൂരിൻ്റെ രംഗപ്രവേശം പോലും ഇഷ്ടപ്പെടാതിരുന്നവർ തരൂരിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിനെതിരെയുള്ള ആയുധങ്ങളാക്കി മാറ്റി. നേതാക്കൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് വായിൽ തോന്നിയതെല്ലാം പുലമ്പി തരൂരിനെ ഭയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കണം എന്നുവരെ ചില നേതാക്കൾ വെച്ച് കാച്ചി. അത് കേട്ട് തരൂർ പേടിച്ച് ഒതുങ്ങിക്കോളും എന്നാണ് അവർ ധരിച്ചത്. പുറത്താക്കുമെങ്കിൽ പുറത്താക്കിക്കോളൂ എന്ന നെഞ്ചും വിരിച്ചുള്ള ശശി തരൂരിൻ്റെ നിലപാട് രംഗം കൊഴുപ്പാക്കി. ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ശശി തരൂർ പുറത്താക്കപ്പെട്ടാൽ സ്വീകരിക്കാൻ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ പ്രമുഖ പാർട്ടികൾ പരസ്യമായും രഹസ്യമായും രംഗപ്രവേശം ചെയ്തു തുടങ്ങി. അവർ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെക്കാൾ വിവരമുള്ളവരാണ് അങ്ങ് ഹൈക്കമാൻഡിൽ ഇരിക്കുന്നത് എന്നുള്ളതിനാൽ തരൂരിനെതിരെ നടപടിയെടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ല. മറ്റ് ഏതൊരു നേതാവ് പാർട്ടിക്ക് പുറത്തു പോകുന്നതിനേക്കാൾ വലിയ വിപത്തായിരിക്കും ശശി തരൂരിൻ്റെ പുറത്തുപോക്ക് എന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. മാത്രവുമല്ല, തരൂരിനെതിരെ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശവും നൽകി. കാരണം ശശി തരൂരിൻ്റെ മഹത്വം എന്തെന്ന്, ശശി തരൂർ ആരാണെന്ന് ഹൈക്കമാൻഡിന് നന്നായി അറിയാമായിരുന്നു. മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസനെ കുറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇപ്പോഴത്തെ കോച്ച് ഗൗതം ഗംഭീർ, അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് ആകും മുൻപ് പറഞ്ഞ ഒരു വാക്ക് ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുകയാണ്. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ഇല്ല എങ്കിൽ നഷ്ടം സഞ്ജുവിനല്ല, മറിച്ച് ഇന്ത്യൻ ടീമിനാണ്. അതെ, ശശി തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇല്ല എങ്കിൽ അതിന് നഷ്ടം തരൂരിനല്ല, മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് രണ്ടാം ഊഴം ലഭിച്ചതല്ല,
പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കഴിവുകേടുകൊണ്ട് മാത്രമാണ് പിണറായിക്ക് രണ്ടാം ഊഴം ലഭിച്ചത്. കോൺഗ്രസ് ഈ നില തുടർന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല.